ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അപ്പോൾ ഇതാ നമ്മളെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ നവീനാണ്. അപ്പം ഞങ്ങളെ പരിപാടി എന്ന് വെച്ചാൽ ഇത് ഇന്ന് പോയിട്ട് നമ്മളെ മെറ്റാൻ്റെ AI സൺഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പ്ലാൻ. അല്ലേ നവീൻ? യെസ്. അപ്പം നവീൻ വന്നിട്ട് ബാംഗ്ലൂരുകാരനാണ്, കന്നഡയാണ്, കന്നഡ ಆ್ಯಂಡ್ ಇಂಗ್ಲೀಷ್ ಅಲ್ಲ? ಎಸ್. ನಾನು ಕನ್ನಡ ಏನು ಮಾತಾಡಿಲ್ಲ ನಿಮ್ಗೆ ಗೊತ್ತಾಗುತ್ತೆ ಅಲ್ವಾ? 100% ಗೊತ್ತಾಗುತ್ತೆ. അതെ, നമ്മൾ ബാംഗ്ലൂരിലുള്ളതാണ്, കുറച്ച് കന്നഡ പഠിച്ചോണ്ട് ഇവനോടൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതവന് മനസ്സിലാക്കില്ല. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, എന്താ നമ്മളെ സണ്ണ് വന്നിട്ട് ഈ അസ്തമയത്തോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതാ നമ്മളെ ബാംഗ്ലൂർ മാതിരിയുള്ള ക്ലൈമറ്റ്, ബാംഗ്ലൂർ മാതിരിയുള്ള ക്ലൈമറ്റ് തന്നെ ഈ വക കൊഞ്ചോ ಹೌದು. അപ്പം നല്ല സ്മൂത്ത് ക്ലൈമറ്റ് ആണ്, നല്ല തണുത്ത കാറ്റ്. അതേസമയം തന്നെ അതാ നമ്മളെ റോഡരികിലുള്ള ചെടികളൊക്കെ നല്ലോണം പൂത്ത് അതിൻ്റെ മുകളിലൊക്കെ പൂവുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ ദുബായിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റേഴ്സിനൊക്കെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ട്രൂ. അത് തന്നെ. യെസ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, അതാ നമ്മളെ ചെടീൻ്റെ മുകളിലൊക്കെ നന്നായി കടലാസ് പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ഇന്നലത്തെ ഗ്രില്ലിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ വണ്ടി വന്നിട്ട് നേരെ റോഡ് സൈഡ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ തന്നെയാണ്. നവീൻ, can you able to see inside anything? No, I don't see anything. Fully protected ആ? Yes, 100% protected. അപ്പം നമ്മളെ വണ്ടി വന്നിട്ട് ಕಂಪ್ಲೀಟ್. ನವೀನ್ ಇಲ್ಲಿ ಬಾ ಕಣೋ, ಏನು ಕಣೋ ಇದು Your favorite. ನಮ್ಮ ಗಾಡಿ ಮೇಲೆ ಹಾಕಿಸ್ಬಿಟ್ಟಿದೆ. അപ്പോൾ നമ്മളെ വണ്ടി മേലെ നമ്മളെ ദുബായിൽ നമ്മൾ റോഡ് സൈഡിൽ എവിടെ വണ്ടി വെച്ചാലും കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണല്ല. ಹೌದು. ഇതുപോലുള്ള സ്പാന്റെ മസാജ് കാർഡ്, ഇത് നമ്മളൊരു കൂട്ടുകാരുണ്ട്, അവൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ സ്പാന്റെ മസാജ് കാർഡിന്റെ അകത്ത് സെയിം പിക്ചറാണ് കൊടുക്കുന്നത് അಲ್ವಾ? ಯಾರು ಹೇಳ್ತಾ ಇದೆ? ನೀವಲ್ಲ, ಯಾರು ಹೇಳ್ತಾ ಇದೆ? ರಾಜ. ನಮ್ಮ ಮ್ಯಾನೇಜರ್ ರಾಜ. അപ്പൊ എല്ലാ കാർഡും ഒരേ പിക്ചറാണല്ലോ, ധൈര്യം പോയാൽ പലതരത്തിലുള്ള പിക്ചർ കാണാൻ പറ്റുന്നൊക്കെയാണ് അവൻ പറയാറ്. അപ്പൊ നവീൻ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പിക്ചറും ആ ലേഡിയും സെയിം അല്ലാന്ന് അവൻ എങ്ങനെ അറിയാന്നൊക്കെയാണ് നവീൻ ചോദിക്കുന്നത്. അപ്പൊ ഇതാ നമ്മളെ സാധാരണ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാർഡ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കളിക്കുക. ഇത് മെയിനായിട്ട് വെക്കുന്നത് ആര്? ആഫ്രിക്കൻസ്. അത് ആഫ്രിക്കൻസാ. യെസ്. അങ്ങനെ വണ്ടി ഓണാക്കി. വണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇത് വെച്ചിട്ടാണുള്ളത്. All you can remove. ಸಮ್ಟೈಮ್ಸ್ ಸೈಡ್ ನೋಡ್ದ ಟೈಮಲ್ಲೂ ಫುಲ್ಲಾಗಿ ಗೊತ್ತಾಗಲ್ಲ ഇതിದೆ ಅಂದರೆ ആ ಥರ. യെസ്. അങ്ങനെ ഇതാ നമ്മളെ സൺ പ്രൊട്ടക്റ്റഡ് ഫിലിംസൊക്കെ ഫുള്ളി റിമൂവ് ചെയ്തിട്ടുണ്ട്. യെസ്. ഇനിയിപ്പം നമ്മൾ യാത്ര എന്ന് പറയുന്നത് നേരെ നമ്മളെ ഇബൻ ബത്തൂത്ത മാളിലേക്കാണ്. യെസ്. ನಾವು ಹೇಳಿದ್ಯಾ ಮೆಟ್ಟ ಗ್ಲಾಸ್ ತಗೊಳಕ್ಕಾಗಿ ಹೋಗ್ತಾ ಇದೆ ಅಂತ? യെസ്. അങ്ങനെ ഇതാ നമ്മളെ ഇബൻ ബത്തൂത്തുള്ള മാൾ എന്ന് പറയുന്നത് നമ്മളെ റൂമിൽ നിന്ന് നേരെ സിഗ്നൽ കടന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ നേരെ റൈറ്റ് സൈഡ് തന്നെയാണ് നമ്മളെ ഇബൻ ബത്തൂത്ത മാളൊക്കെ വരുന്നത്. അതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, എന്താ നമ്മളെ ഗാർഡൻസിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കവറി ഗാർഡനാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. നവീൻ, ഈ പ്ലേസ് ദ നെയിം ഗാർഡൻസ്. ഫുൾ ഓഫ് ട്രീസ് ഒക്കെ ആയിട്ട് നമ്മളെ ദുബായിൽ നല്ല അടിച്ചുപൊളിയായിട്ട് കാമൻ കൂളായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മളെ ഗാർഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഇതാ നമ്മളെ ഇബൻ ബത്തൂത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ബിൽഡിങ് ഇതാണ് നമ്മളെ ഇബൻ ബത്തൂത്ത എന്ന് പറയുന്നത്.
യെസ്, അങ്ങനെ ഇതാ നമ്മളെ ഇബൻ ബത്തൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം നമ്മളെ ഇബൻ ബത്തൂത്ത മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യെല്ലോ കളറിൽ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇനി പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏതൊരു മാളിൽ പോയാലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതിപ്പോൾ റൂമിൻ്റെ അടുത്ത് ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ, പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചൊന്ന് ചുറ്റും. ഇത് കണ്ടില്ലേ നിങ്ങൾ, റോഡിൻ്റെ മുകളിൽ തന്നെ വണ്ടി ഓടിയിട്ട് പാർക്കിംഗ് നോക്കി കുത്തിരിക്കുന്ന ആൾക്കാർ. ഇത് അവിടുത്തെ വന്നിട്ട് റോങ് ഡയറക്ഷനിലാണ് വരുന്നത്. ഒന്നും പറഞ്ഞ കാര്യമില്ല. No parking. Let's we go downside. Yeah. We will see downside area. Maybe in the last. Maybe. See, they are waiting for that car. Build up. Yes. Maybe we check in the last room of the Carrefour. Yes, of course. We will. No, no. Here there are some no. Okay. This we can't park now. This is not a parking. Oh shit. Oh shit, man. Someone took off. Yes. Suppose if we came that way, we will get. What do you want to Singapore? Oh man. Ayyo. ഇതാ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഹണ്ടിങ് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. നമ്മളിങ്ങനെ കറങ്ങി അതിൽ ലക്കി അടിച്ചോ എടുത്തു പോകും. നവീൻ നോടാ. No parking. Maybe they will. Oh, which vehicle they are going? Kick. This one. Volvo. See, This vehicle is going out. We'll stop. yes. അങ്ങനെ ഫൈനലി ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിത് പാർക്കിംഗ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. Hey, put it. Someone is coming. We'll get. He also wants. No, he needs a bigger U-turn. യെസ്, അങ്ങനെ ഏതാണ്ട് ഒരു 10 മിനിറ്റുള്ള പരിശ്രമത്തിന് ശേഷം ഞങ്ങളിതാ പാർക്കിംഗ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ നവീൻ? ഫൈനലി we parked. അപ്പൊ ഈ ചേട്ടനും വന്നിട്ട് ഇതേപോലെ പാർക്കിങ്ങിന് വേണ്ടി മത്സരിക്കുമായിരുന്നു. പാർക്കിംഗ് ഞായറാഴ്ച വീക്കെൻഡ്സിൽ പാർക്കിംഗ് സിഗതയിലാക്കണോ? ഇതേപോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിച്ചുകൊണ്ടേയിരിക്കണം. യെസ്, അങ്ങനെ നമ്മളെ ഇബൻ ബത്തൂത്തിന്റെ എൻട്രൻസിലേക്കാണ് കാണുന്നുകൊണ്ടിരിക്കുന്നത്.